വിന്തമ്മക്ക് ഒരു മരുമകൾ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുക ഇല്ലയോ അത് പറയാമോ? അങ്ങനെ ആത്തും പോരെ എടുക്കാത്തത് കൊണ്ട് ഒരാള് ചോദിക്കാൻ തുടങ്ങി അഞ്ചനോട് എടി ആരാ പറഞ്ഞ അമ്മ പണിയെടുക്കുന്നുണ്ട് ചീരയെല്ലാം മുറിക്കുന്നുണ്ട് വിഘ്നേശ് വൃത്തിയാക്കി എടുക്കും ഞാൻ ഇങ്ങനെ നോക്കി നിക്ക് എവിടെയാണുള്ളത്? ഭയങ്കര നൊസ്റ്റു അടിച്ചിങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കി ഇരിക്കാനുള്ള നീ. ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് വന്നിട്ടുള്ളത്. അതെ, നമ്മുടെ ഈ മാർക്കറ്റിൽ നമ്മുടെ സ്വന്തം പുതിയതൊരു മാർക്കറ്റ് അല്ലേ? ഇവിടെയാണ് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഒരുപാട് ഓർക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു 10-13 വയസ്സ് വരെ ജീവിതത്തിലെ കൊറേ ഓർമ്മ നല്ല നിമിഷങ്ങൾ കടന്നുപോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അല്ല, അത് മാത്രല്ല നിങ്ങളെല്ലാം വളർത്തി വലുതാക്കിയതും ഞങ്ങളെല്ലാം ഇത്ര വളർന്ന് ഇത്രയും വലുതായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇരുന്ന് എന്റെ അമ്മയായാലും എന്റെ അച്ഛനായാലും പെറ്റമ്മയായാലും ചെമ്മീൻ വെക്കാനെല്ലാം വന്നിട്ടെല്ലാം ഞങ്ങള് ഇതാ ഇവിടെ ഇരിക്കും അമ്മയും പെറ്റമ്മയെല്ലാം. അതെ, ഇവിടെ ഇരുന്ന് ചെമ്മീൻ കൂടെ ഇവിടെ പിന്നെതാ അങ്ങ കായക്കോൽ കണ്ട അതിന്റെ സൈഡില് അവിടെയൊക്കെ ഉണക്കച്ചെമ്മീൻ, പച്ചച്ചെമ്മീൻ. അതെ, പിന്നെ അതിന്റെ താഴെ അവിടെ അല്ലേ? അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഭയങ്കര തിരക്കായി. മാർക്കറ്റിൽ അമ്മയും പെറ്റമ്മയും കൂടി ഒരു 2:30-3 മണിയാകുമ്പോ മാർക്കറ്റിലേക്ക് ഇറങ്ങും. അന്നേരം ഞങ്ങളും പറയും അമ്മ ഞങ്ങളും വന്നോട്ടെ. അമ്മ കൂട്ടൂല. അപ്പൊ പെറ്റമ്മ പറയാ എന്നാ കൂട്ടിക്കോ, പെണ്ണിനെ കൂട്ടിക്കോ. അല്ലെങ്കിൽ ഞാനും വിഘ്നേശ്വരെല്ലാം അങ്ങനെ വരും. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ചായ കുടിക്കും. പെറ്റമ്മ ചായയും പരിപ്പുവടയെല്ലാം വാങ്ങിത്തരും. പിന്നെ ബാലരമ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് ബാലരമ വായിക്കും. എന്നിട്ട് രാത്രി ഒരു 7 മണി 8 മണിയെല്ലാം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിത്തരും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞ ഇവിടെ വരുമ്പോ എപ്പോഴും ആ ഒരു നമുക്ക് അങ്ങനെയല്ല ആ ഒരു ഓർമ്മകൾ ഉണ്ടാവും എപ്പോഴും. പഴയ ഓർമ്മകൾ അമ്മേനെയും പെറ്റമ്മേനെ കൂടുതലായിട്ട് മിസ് ചെയ്യും ഇവിടെ വന്നത്. ഈ പെറ്റമ്മ ആരാണ് നിക്കിന്റെ സ്വന്തം അമ്മയല്ലേ എന്നെല്ലാം ചോദിക്കും. പെറ്റമ്മന്ന് ഞങ്ങൾ വിളിക്കുന്നത് സ്വന്തം അമ്മേനെയല്ല. വിന്തമ്മ എന്റെ സ്വന്തം അമ്മ, വിന്തമ്മേന്റെ അമ്മേനെയാണ് ഞങ്ങൾ പെറ്റമ്മന്ന് വിളിക്കല് കേട്ടാ. അപ്പൊ പെറ്റമ്മ എന്റെ അമ്മമ്മയാണ് ശരിക്കും പറഞ്ഞ അമ്മമ്മ. അപ്പൊ ഇവിടെയൊക്കെ ഇരുന്ന് മുമ്പ് വിന്തമ്മയൊക്കെ ഇരുന്നിരുന്നത് അല്ലെ? അതിന്റെ താഴല് ഇപ്പൊ പിന്നെ ഇവരിങ്ങോട്ട് കച്ചവടത്തിനടുത്ത് കുറവാണ്. നമസ്കാരം, നമുക്ക് വാങ്ങാനില്ലേ എന്തല്ലോ? ഇങ്ങോട്ട് വരുമ്പോ വാങ്ങാം അല്ലെ? മീൻ വാങ്ങിയിട്ട് വാങ്ങാം അല്ലെ? എന്നാല് മീൻ വാങ്ങിയിട്ട് വരുമ്പോ വാങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ നമ്മുടെ സ്വന്തം ഫിഷ് മാർക്കറ്റ്. ഇത് എല്ലാരും പുതിയൊരു മാർക്കറ്റിൽ വെച്ചാൽ എല്ലാരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അല്ലെ? ഇവിടെ ഇരുന്ന് മുമ്പ് കച്ചവടം ചെയ്തിരുന്നത്. അപ്പോൾ മീൻ വാങ്ങിയാലെന്നാ പിന്നെ നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു മീൻ വാങ്ങാം. എന്നിട്ട് അത് വെച്ചിട്ട് മത്തി ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ പോയോ, മത്തി ഇല്ല. അപ്പൊ ബാക്കിയുള്ള എന്താണെന്ന് നോക്കാം ബാ. അപ്പോൾ നമ്മുടെ പുതിയൊരു സ്വന്തം ഫിഷ് മാർക്കറ്റാണ്. നമസ്കാരം ഉണ്ടേ. എന്തെല്ലാണ് നിങ്ങളെന്ത് മത്തിയൊന്നും കൊണ്ടുവെക്കാത്ത മനുഷ്യ? ഇപ്പൊ എന്താ ഉള്ളത്? എന്തോ സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞിട്ട് വന്നതാ നമ്മള്. ഏട്ട, ഓ എന്റെ മോനെ, ഏട്ടത് സാവല്ല, നല്ല അടിപൊളി ഏട്ട. ശീല അപ്പുറന്ന് ശീലാവുണ്ട്. നമുക്ക് നല്ല അടിപൊളി ഒരു ഏട്ട ഉണ്ട്. ഈ ഏട്ട അങ്ങോട്ട് മുറിച്ചാലോന്ന് വിചാരിക്കുന്നുണ്ട്. ഏട്ട നമ്മൾ എന്താക്കുക? കറി വെപ്പിക്കാം അല്ലേ? അടിപൊളി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് നല്ല ഏട്ട ഞാൻ വരട്ട് നിൽക്കും. മുറിക്കല്ല, അതിനൊന്ന് കാണട്ടെ ശരിക്കും. അതെ, നല്ല അടിപൊളി മണ്ടന ഏട്ട. ഇത് വെച്ചിട്ട് മുറിച്ച് ഇന്ന് ഏട്ട അല്ലെ? ഇന്ന് ഏട്ട സ്പെഷ്യൽ ആവട്ടെ. പൊളിക്കെന്നാ പിന്നെ ഇത് ഫുള്ളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഇത് മൊത്തം നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ തീർക്കാനല്ലേ എനിക്ക്. അപ്പൊ നമ്മുടെ ഏട്ട അങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ. എന്നിട്ടൊന്ന് ഏട്ട കറി നല്ല അടിപൊളി പീസുകൾ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടൻ്റെ. ഒരുപാട് മീനുകൾ വേറെ ഉണ്ട് കേട്ടോ. അൽക്കൂറ, ആഗോലി. പിന്നെ ആഗോലിക്കെല്ലാം വില കുറവാ. ആഗോലിക്ക് എന്താ വില? 300 രൂപ. പക്ഷെ ഇത് വീഡിയോ വരുന്ന ദിവസം പിന്നെ എന്താണ് വിലയെന്ന് പറയാൻ പറ്റൂല കേട്ടാ. ഇപ്പൊ 300 എല്ലാം പറഞ്ഞിട്ട് അവസാനം വീഡിയോ വരുമ്പോ 300 കൊടുത്തില്ലെങ്കിൽ കളി മാറുവേ. ഇല്ല കേട്ടാ, അത് വില മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ വില 300, നാളത്തെ വില പറയാൻ കഴിയില്ല. നമ്മുടെ ഏട്ട നല്ല പീസായിട്ട് അങ്ങനെയാണ് മുറിച്ച. ഏട്ട മുട്ടയാ? ഏട്ട മുട്ട ചെറുതായി പോയി. നല്ല പീസായിട്ട് മുറിക്കുന്നുണ്ട്. നല്ല അടിപൊളി പീസായിട്ട് മുറിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഐക്കൂറ മുറിച്ച പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ? ഇനി അങ്ങ് കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഏട്ടെല്ലാം വാങ്ങി. ഇനിയിപ്പോ ഏട്ട വെക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ അല്ലേ? ചെറുള്ളി, ഉണക്കമുളക്. ഇവിടെ
ആ പറഞ്ഞ പോലെ നമ്മുടെ സാധനം മാറിയില്ലേ? അപ്പൊ മത്തിയാണ് വിചാരിച്ചല്ലേ നമ്മളെ പറഞ്ഞല്ലേ? ചെറുള്ളിയും പിന്നെ വേറെന്താ വേണ്ടേ? മുളകിട്ടലൊക്കെ പുളിയൊക്കെ ഉണ്ടോ? അതെയോ? എന്താന്ന് നോക്കിട്ട് വാങ്ങിക്കോ. നല്ല പുളി എടുത്തോ. മറ്റമ്മയും അമ്മയും കൂടി കച്ചവടം ചെയ്യാൻ വരുന്ന സമയത്ത് പെറ്റമ്മ ഇവിടെയാണ് എരിക്കല്. അന്നേരം ഇതായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്കാക്കി മാർക്കറ്റ്. അപ്പൊ പിന്നെ പെറ്റമ്മ പിന്നെ അപ്പോഴേക്ക് കുറച്ചും കൂടി പ്രായമായി വരാണ്ടായി. പിന്നെ അമ്മയും അച്ഛനും വരുത്തായി. നമുക്ക് കിഴങ്ങ് വാങ്ങണ്ടേ? അതെ, വാങ്ങിക്കാം. അല്ല, അവിടെ കുറച്ച് പച്ചമുളക് വാങ്ങണം. പിന്നെ വേറെന്താ? വേറെ ഒന്നും വേണ്ട. ഉള്ളിയും തക്കാളി എല്ലാം അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ബാക്കിയെല്ലാം ആയാൽ സെറ്റ്. വെളിച്ചെണ്ണ ഉണ്ട് ഇവിടെ. അങ്ങനെ മുറിച്ചേട്ടയും പിന്നെ വഴിക്കിലേക്ക് ചീരയും വാങ്ങി. എല്ലാം കൂടി ആയിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് എത്തി. വിപിനെയാണ് ഇതെല്ലാം ആക്കുന്ന ആള്. എന്താ പറയാ? അമ്മൂന്റെ മോതിരം പോയി ഗൈസ്. അമ്മൂന്റെ മോതിരം ആരോ, ഞാൻ വീഡിയോ എടുത്തപ്പോ ആരോ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു ഓടുന്നു. അപ്പൊ നമ്മള് നേരെ കറിയിലേക്ക് കിടക്കാൻ വേണ്ടി പോയിണ്. വിപിനെ ഇതാക്കിയിട്ട് നമ്മ ചോറ് കഴിക്കലുണ്ടാവില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തമ്മ ഇപ്പൊ ഉടനടി ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ നീ അതിന് മുമ്പോട്ട് അതൊക്കെ വൃത്തിയാക്കി നോക്കും. ചെല്ലി ചെല്ലി. അപ്പൊ ഇതിന്റെ പരിപാടിയിലേക്ക് കടക്കട്ടെ. നമ്മ ഇന്ന് നമ്മള് ഏട്ട നല്ല അടിപൊളിയായിട്ട് മുളകിട്ട് കറിയും വെക്കും, കപ്പയും അത് കഴിക്കും. അടിപൊളി. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. അല്ലടി വിപിനെ, നീ ഇന്ന് മഞ്ഞക്കിളിയായിട്ട് വന്നോണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ഇപ്പൊ ഇത് മാത്രം ഇടലുള്ളത് മനസ്സിലായില്ലേ ഗൈസ്? കണ്ടേ നമ്മുടെ നല്ല ഏട്ട നല്ല ഐക്കൂറ മുറിച്ച പോലെ ഉണ്ടായിരുന്നത്. പിന്നെ നിജി പറഞ്ഞ് ചെറിയ പീസാക്കാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും ചെറിയ പീസാക്കിയിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കട്ടെ വിപിനെ. ഓ വരുന്നുണ്ട് മഹാൻ. ബാ 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 ഇങ്ങോട്ട്. പണിയുണ്ട് ഇവിടെ. ഏട്ട കൊണ്ട് തന്നെ നല്ല മുറിച്ച ഏട്ട, നല്ല അടിപൊളി ഏട്ട. കണ്ടിരാ? അമ്മനെ അല്ല അച്ഛനെ വേണ്ടത്. എല്ലാരും വേണം അതിനകത്ത് അല്ലേ? അമ്മനും വേണം അച്ഛനും വേണം. അടപ്പൂട്ട അവിടെ പുറത്ത്. അടപ്പൂട്ടി നമുക്ക് പുറത്തുനിന്നാക്കാം അല്ലേ? അല്ലേ? അപ്പം ഏട്ടമുട്ട ഏട്ടമുട്ട കണ്ട അടിപൊളി. ഈ അടപ്പ് സെറ്റ് ആക്കണം അച്ഛാ. അമ്മ ഇങ്ങ് വരുന്നുണ്ട്. വേണ്ട അങ്ങോട്ട് അടപ്പ് സെറ്റ് ആക്കിയാ മതി. ഇന്ന് അച്ഛന്റെ ഒരു പാട്ട് വേണേ. കറി വെച്ച് കഴിയുമ്പോ ഒരു പുതിയ പാട്ട് വേണം. കൊറേ ആയില്ലേ പാട്ട് പാടിയിട്ട്? പഴയ പാട്ട്. ഏട്ടാ ഇവിടെ പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ലോട്ടറി തുടങ്ങി, അതുകൊണ്ട് പൈസ ഉണ്ട്. അങ്ങനെ ഇവരിവിടെ നിന്ന് കിഴങ്ങ് വൃത്തിയാക്കുന്നുണ്ട് ഗൈസ്. എന്താ നീ വെറുതെ വന്നിരുന്നിട്ട് കൈമുറിക്കുന്ന? അച്ഛൻ അവിടെ ചെയ്യുന്നില്ലേ? വെറുതെ പേരേപ്പിക്കാൻ വന്നിരിക്കുന്ന ഇങ്ങനെ അല്ലേ? എന്തോ അച്ഛാ മുഖം കൊണ്ട് കാണിച്ച സത്യമാണോ? സത്യമാണോ? ഇങ്ങനെ ഇനിയിപ്പൊ നമുക്ക് എന്തെല്ലാം ആക്കണം? ഇനിയിപ്പൊ കിഴങ്ങ് പുഴുങ്ങണം, പിന്നെ പിന്നെ ഏട്ട മോട്ട പോലും ഏട്ട കറി വെക്കണം. ആ 8:30 മണി അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, അപ്പുറന്ന് അമ്മായി ഉണ്ട്, വിന്തമ്മ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവര് വൃത്തിയാക്കുന്നുണ്ട്. അതെ, ഇവിടെ കുറച്ച് പേര് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഉള്ളി വൃത്തിയാക്കുന്നത് അല്ലേ? എന്താണ് ചെറുള്ളി? നമ്മുടെ ചെറുള്ളിയിലാണ് അല്ല ഉമ്മേ? നമ്മുടെ ചെറുള്ളിയിലാണ് ഏട്ടക്കറി. ചെറുള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇവരിങ്ങനെ അമ്മായിയും ഇവര് നാത്തൂനും അല്ലേ? ഇവര് നാത്തൂനായിട്ടാ പറഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞു നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല ഇവരാ അല്ലേ നീക്ക്? ഇവര് പക്ഷെ അങ്ങനെ ചിന്തിക്കാറില്ല. ഇവര് നമുക്ക് പക്ഷെ കാണുമ്പോ പെട്ടെന്ന് നമുക്ക് തോന്നല് ഏച്ചനിയത്തിയും പോലെ തോന്നുക. പക്ഷെ ഇവര് നാത്തൂനാണ്. ചെറിയ നാത്തുംപോറിൽ എടുക്കണം വിന്തമ്മേ. എടുക്കാത്തത് കൊണ്ട് ഒരാള് ചോദിക്കാൻ തുടങ്ങി എന്നോട്, നിന്റെ നാത്തുമാരെങ്ങനെയാണ് നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേന്ന്. എന്റെ ദൈവമേ, നീക്ക് നാത്തുംപോരെടുക്കാത്ത എന്താന്ന് ചോദിച്ചോലും വിന്തമ്മനോട് ആരൊക്കെയോ. എന്താ പറഞ്ഞേ? അത് സത്യല്ലേ? ഒപ്പരൊരു വീട്ടിലാണെങ്കില് കുഴപ്പം തീരൂല. ഇതിപ്പോ എല്ലാരും
നാനാ വഴിക്കായോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നോടും ചോദിക്കാറുണ്ട് കേട്ടാ. ഞാനും അമ്മയോ ഫസ്റ്റ് ഫ്രണ്ട് അല്ലേ? മാറി വിപിനെ പണിയെടുക്കുന്നവരെ ഇടങ്ങേറാക്കല്ലേ. വെറുതെ പാത്രം കൊണ്ട് തലക്കടിയിട്ടുണ്ടാ ചെന്ന് മാറി നികി വന്നാൽ അച്ഛൻ എന്നെ കണ്ടുകൂടാ കേട്ടാ. അതൊരു നഗ്ന സത്യമാണ്. നികി വന്ന അങ്ങനെ പറയുന്നു വിപിനെ, അങ്ങനെ പറയല്ലേ നീ. ഞാൻ പറയട്ടെ, അങ്ങനെ പറയരുത് നീ. അച്ഛനെ നികി വന്നാൽ മാത്രമല്ല, അല്ലാണ്ട് നിന്നെ കണ്ടുകൂടാ. അങ്ങനെ പറയുന്നത് സത്യം. പണിയെടുക്കണോടത്ത് മാറ്. ഒരാള് പണിയെടുക്കുമ്പോ ഇടങ്ങേറാക്കല്ലേ, മാറ്. ആ എന്താ ചെയ്യാ, മടിയന്മാരൊക്കെ ഒരു മൂലക്ക് വരുന്നേ മടിയം മുക്കി പോയിരിക്കല്ലേ. നിക്ക് മടിയന്മാരൊക്കെ മടിയമുക്ക് ഉണ്ട്, അവിടെ പോയിരിക്കും ചെല്ലി. അതെ, മടിയമുക്ക് എവിടെയാന്ന് അറിയാമോ? അവിടെയാണ് മടിയമുക്ക്, അവിടെ പോയിരുന്നു ചെല്ലി. ആ അത് പിന്നെ നമ്മള് അല്ല മടിയമുക്കില് നമ്മളൊരാൾ ഇരുത്തിയിട്ടുണ്ട് ഇപ്പൊ. അത് പിന്നെ നമ്മൾ ഇരുത്തിയതാണ് ഇപ്പൊ. എന്താ ഇവിടെ ഇരിക്കണ്ട് മടിയമുക്കില്, കണ്ടത് ഹെഡ്ഫോണൊക്കെ വെച്ചിരിക്കണേ. എന്ത് പറഞ്ഞാൽ ആരും ഹായ് കേട്ടാ. ഞാൻ നിന്നെ ചീത്ത പറയുന്ന വെച്ചാൽ ഹെഡ്ഫോണിലോട്ട് കേൾക്കൂലല്ലോ നീ. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ അമ്മോ നിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മോളാന്ന്. ആ ഇനി നിനക്ക് പിന്നെ അവളെ ഇപ്പൊ നമ്മൾ വിട്ടുകൊടുത്ത് ഇവിടെ മടിയമുക്കിലേക്ക് വിട്ട് കുഴപ്പമില്ല, ഒന്നും പറയുന്നില്ല നമ്മള് അല്ലേ. ആ എന്നാ വേഗം നോക്ക് വിശപ്പൊടുങ്ങി. അല്ല എന്നാ വേഗം നോക്ക് വിശപ്പൊടുങ്ങിന്ന് പറയാം. എല്ലാം കഴിഞ്ഞപ്പം ചട്ടി ഞാൻ വെക്കണം, നമുക്ക് ഒരേ നിർബന്ധം. അയ്യടാ ഭയങ്കര നിർബന്ധാണ്. നീ വെച്ചില്ലെങ്കിൽ ഇവിടെ കറിയാവും, ചട്ടി ചൂടാവുകയും ചെയ്യും. അച്ഛൻ വന്നിട്ട് നല്ല അടപ്പിലൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയാക്കി പോയി. അപ്പൊ ഇവര് അമ്മയും മോളും ചട്ടി എടുത്ത് വന്നേക്കാണ് വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചട്ടി അതാ എനിക്ക് ചട്ടി പൊട്ടിക്കുന്ന എന്താടി ഗൈസ്. കല്ല് കുറച്ച് അകലം കൂടിപ്പോയി, അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ട് അടപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇന്നത്തെ കുക്കിംഗ് പുറത്തുനിന്നാണ്. നമ്മൾ കുറെ ആയാലും ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് പുറത്തുനിന്നാണ്. അതെ, ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ വിന്തമ്മ കറി വെക്കുന്നത്, ഞാനാ വെക്കുന്നു. ആ എടി ആരാ പറഞ്ഞ അമ്മ പണിയെടുക്കുന്നില്ല, എന്താ ചീരയെല്ലാം മുറിക്കുന്നുണ്ട്. ചീര അമ്മോന് ഇഷ്ടാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ആകി കഴിക്കാനുള്ള പരിപാടിയിലാണ്. അതാണ് 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 വേണ്ടത്. ഗർഭിണിയാണ് എടുക്കണ്ട. അതുകൊണ്ട് കാര്യം ചെയ്യും, എല്ലാ പണി അമ്മോന്. ആദ്യം തന്നെ എന്താ ഉള്ളി. അപ്പൊ നമ്മുടെ പച്ചമുളകും ഉള്ളിയും കൂടി അങ്ങ് തട്ടി കൊടുക്കാം അല്ലേ. നല്ല ചെറിയ ഉള്ളിയിലാണ് കേട്ടാ നമ്മുടെ ഏട്ടക്കറി വെക്കുന്നത്. ചെറിയ ഉള്ളി വിത്ത് പച്ചമുളക് വിത്ത് കറിവേപ്പില എല്ലാം കൂടെ അങ്ങ് തട്ടുക. അതെ, അതൊന്നൊരു വാടത്ത്. ഇഞ്ചി ഇട്ടാ ഓക്കെ. അപ്പൊ ഇഞ്ചിയുമായി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് തട്ടിയിട്ടുണ്ട്. ഇനി ആ ചട്ടി കിടന്ന് മൺചട്ടി കിടന്ന് നല്ലോണം അങ്ങ് വാടട്ടെ. ഈ കുറച്ച് ഉപ്പ്, കല്ലുപ്പല്ലേ, കല്ലുപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്നൊരു വാടട്ട്. ഉള്ളി അങ്ങനെ ചെറുങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി തക്കാളിയാണ് നമ്മുടെ കറിയിലെ മെയിൻ സംഭവം അല്ലെ. തന്നെ തക്കാളിയാണ് മസ്റ്റ്. മൊളീഷൻ കറിയല്ലേ, മൊളീഷൻ അതിലെ മുളക് ഇട്ടത് അല്ല, സോറി ഏട്ട മുളക് ഇട്ടത്. തക്കാളി നല്ലോണം അങ്ങനെ ഉടച്ചുടച്ചങ്ങ് കൊടുക്കണം അല്ല വിന്തമ്മേ. തക്കാളി കല്ല് പോലത്തെ ഇപ്പൊ അല്ലേ, ഇപ്പോഴത്തെ തക്കാളി അങ്ങനത്തെ കിട്ടുന്നു. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഏതാണ്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് എന്നാ വാടിക്കോട്ടല്ലേ എനിക്കത്. തക്കാളി വാർത്ത വിന്തമ്മ ശരിക്കും ഉടയട്ടെ. അത് ഒന്നുകൂടി വാടാനുണ്ട്, ഒന്നുകൂടി വാടിയിട്ടാ മതി. ക്ഷമിച്ചേക്ക്. വാടി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. അത് അച്ഛനും അങ്ങനെ തന്നെയാണ്. ക്ഷമ ഉണ്ടാവൂല നമ്മുടെ അച്ഛന്. അമ്മ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ നേരം കൊണ്ട് കറിയെല്ലാം ഇങ്ങനെ സമ്മതിക്കുന്നില്ല. ആർക്കും വേണ്ടാണ്ട് പാവം കിഴങ്ങ് അല്ല അപ്പുറത്ത് മറ്റേ കറി ഉണ്ടാക്കണ ബഹളമാണ് കുറെ ആൾക്കാര്. ഇവിടെ കിഴങ്ങ് പുഴുങ്ങൽ ഇവിടെ തകൃതിയായിട്ട് അച്ഛൻ വെച്ചിട്ട് പോയിട്ടുണ്ട്. അതെ, ഇവിടെ ഇപ്പുറത്ത് കിഴങ്ങ് പുഴുങ്ങുന്നു, അപ്പുറത്ത് വിന്തമ്മ മറ്റേ പൊടി ഇടാൻ വേണ്ടി ക്ഷമയില്ലാതെ കാത്തിക്കുന്നു. അതെന്തിനാ ഉള്ളി കുറച്ച് വെച്ചെന്ന് ചോദിക്കുന്ന?
ചീരയും കൊള്ളാം, വറവും കൊള്ളാം, ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം. ചീര അരിഞ്ഞ പെണ്ണും കൊള്ളാം. എനിക്ക് ഒന്നും കൂടി എനിക്കിടെ താല്പര്യപ്രകാരം ഒന്നും കൂടി വാട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇനി വാടിയിട്ടുണ്ടാവും. ഇപ്പൊ വാടിയിട്ടുണ്ട് ഏതാണ്ട് അല്ലേ? എനിക്ക് ഇനി പൊടിയൊക്കെ ഏത് പൊടി ഇടുന്ന ആദ്യം? മഞ്ഞപ്പൊടി. ആര് പറഞ്ഞു പണിയെടുക്കുന്നില്ലെന്ന്? അവള് തകർച്ചയായി പണിയെടുക്കണോടാ. മുളക് പൊടി. മുളക് പൊടി അധികം കരിച്ച കറിയുടെ കളർ പോവേ. തിളപ്പിച്ച മുളീശം കറി 4 സ്പൂൺ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങ് ഇട്ടിട്ടുണ്ട്. നികടെ പേരിൽ കൂടുതൽ ഇട്ടു. എന്റെ അമ്മ തിന്നാൻ കഴിയോ തിരുവായിട്ട് അവസാനം? ഇളക്കമ്മേ. ഒരുപാട് മുപ്പിച്ചു. പുളിവെള്ളോട്ടാ ഇത്. മറ്റേ ഇതാണേ ചാണപ്പുളി അല്ല അല്ലേ? എന്ത് പുളിയാണ്? എന്ത് പുളിയാണ്? വാളംപുളി ചാണപ്പുളി എന്നൊക്കെ പറയുന്നത് അല്ലേ? കുടംപുളി അല്ല, ചാണപ്പുളി. ചാണപ്പുളി. ആഹാ, നല്ല അടിപൊളി കളർ. അടിപൊളി കണ്ട, ശരിക്കും നല്ല നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കളറാ വേണ്ടത്. നല്ല ചൊകാന്നിരിക്കണം. കണ്ട, നല്ല പുളിവെള്ളം അങ്ങോട്ട് അവസാനം കഴുകി അങ്ങോട്ട് പുളിവെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരിക്കും. ചാറ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അടിപൊളിയായിരിക്കും. ആ, ഇളക്കടിയകത്ത് ചട്ടുപൊട്ടിക്കല്ല അടിച്ചിട്ട് ചട്ടുപൊട്ടിക്കാം. മക്കളെ വാ മക്കളെ, ഓടി വാ മക്കളെ. കറി കളച്ച് ബേമ്പാ. ഏട്ടിടാൻ സമയമായി. ഏട്ടിടാണ്ട് പിന്നെ നമുക്കൊരു സമാധാനം അല്ലാണ്ടിരിക്കണ ഗൈസ്. കറി തിളച്ചു. ഇളക്കല്ലേ? ആ, നമ്മൾ ഏട്ടങ്ങടെ കറി ഇട്ടങ്ങട് കൊടുക്കുക അല്ലേ? നല്ല തിളച്ച കറിയിലേക്ക്. എന്താണ് മക്കളെ നിങ്ങൾ തല്ലുടിക്കണം അവിടെ ഇരുന്ന് രണ്ടാളും കൂടി? അമ്മു എന്തിനാണ് അമ്മ അവളെ പറയുന്നത്? നീ ഞാൻ പറയാന്നാ പിന്നെ ഇവനൊക്കെ ഇന്നുണ്ടല്ലോ. ഇവനക്ക് ബന്ധമരുടെ കിട്ടിയ മാത്രല്ല നേരത്തെ. അല്ല വിപിനൊക്കെ നേരത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞല്ലോ വിപിനെ പണിയൊന്നും എടുക്കുന്നില്ലെന്ന്. ഇവനൊക്കെ അതാണ് ശരിക്കും ചൊടിച്ചത്, മനസ്സിലായ? ഇവനെ എന്നിട്ട് ഇന്ന് ഭയങ്കര ദേഷ്യം ഇളക്കുന്നുണ്ട് അമ്മനോട്. പക്ഷെ എനിക്ക് വിഷയമില്ലാവുന്നു. ഞാൻ വീണ്ടും പറയും വിപിനെ പണിയൊന്നും എടുക്കുന്നില്ല. എനിക്കിവിടെ ഇളക്കിയാലും വിഷയമല്ല, ഇളക്കിയില്ലാലും വിഷയമല്ല. പിന്നെ മയത്തിട്ട് മീൻ ഇളക്കരുത്, അത് മാത്രം മതി. വിപിനെ എന്ത് ഇളക്കിക്കോട്ടെ, കുഴപ്പമില്ല. ഇവരുടെ മുഖം നോക്കി ഞാൻ കാണിച്ചത്. പിന്നെ ഇപ്പൊ നിക്ക വിപിനൊക്കെ ഇല്ല ഗൈസ്. ഇപ്പൊ മുഖത്ത് ഇങ്ങനെ ഒരു ഇതാണ് കണ്ടതേ, കണ്ട ഒരു വിഷാദ ഭാവം. നിങ്ങളെല്ലാരും പറയും എന്റെ എഴുത്ത് നിങ്ങൾക്ക് അറിയാലോ, 1.5 ലക്ഷം ആൾക്കാർ വായിക്കുന്ന നോവലുകൾ വരെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. നിക്കിനെയും അമ്മൂനെയും ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ആദ്യത്തെ മര്യാദയോടെ ആദിത്യനൊക്കെ സ്കൂളിൽ പോയി അല്ലേ? മര്യാദയോടെ ഞാൻ അവരെ നോക്കുന്നു. ആദിത്യം മര്യാദയോടെ നോക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഏട്ടമുട്ടി ഇടുന്നുണ്ട്. ഇല്ല പൊട്ടിപ്പോവില്ല. ആ, അപ്പൊ ഏട്ടമുട്ടയും അതിനകത്തൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. എന്നിട്ട് വിപിനെ പറ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്താ പറഞ്ഞത് നീ? എന്റെ നിഗീനെയും എന്റെ അമ്മൂനെയും വിളിച്ചിട്ട് ഞാൻ ആദിത്യ മര്യാദയോടെ ഞാൻ അവരെ നോക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തി ആക്കി തന്ന് പ്രശ്നം ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വിപിനേക്ക് ഞങ്ങക്ക് ചപ്പാത്തി ആക്കി തന്ന് ദുർഗക്ക് ചോറ് കൊടുത്തുവിട്ട് ഞാനും എനിക്കും അമ്മൂനും ചായ എടുത്തു വന്ന് ചായ വെച്ച് വന്ന് അടിച്ചു വാരിയിട്ട് ചോറിന് വെള്ളം വെച്ച് ചോറ് വെച്ച് എല്ലാം ഇട്ട് അമ്മ വരുന്ന സമയത്ത് അമ്മക്ക് ചായയും കൊണ്ട് റോട്ടുമേലും പോയി. എന്നിട്ട് അമ്മ രണ്ടുള്ളി വിന്തമ്മ ഉള്ളി വെച്ചതെന്ന് 2 ഉള്ളി എടുത്ത് വിപിനെ ആഗ്രഹത്തിന് തിന്ന്. അതോടുകൂടി വിന്തമ്മ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചു. പോടി അവിടെ നിന്ന് എന്റെ ഉള്ളിൽ നിന്ന് തീർക്കാൻ. പിന്നെ ഇവിടെ വീഡിയോ കാണിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു. മറ്റേ ഇത് ചോറ് വരുമ്പോഴേക്ക് അടുപ്പത്തായിട്ടേ ഉള്ളൂന്നും പറഞ്ഞു. 12 മണി ആയിട്ടത്രേ. രാത്രി 2 നേരത്തേക്കും വെക്കുന്നോണ്ട് റേഷൻ അരിയുമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഒരു അമ്മായിയമ്മയും മരുമകളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലല്ല, ഇന്ന് ഒന്നില്ലെങ്കിൽ ആ മരുമകള് സ്വന്തം വീട്ടിൽ പോവും, അല്ലെങ്കിൽ അമ്മായിയമ്മ ഇറക്കി വിടും. അത്രയും വലിയ പ്രശ്നം ഇവിടെ നടന്ന ഗൈസ്. പക്ഷെ മകളും അമ്മ ആയതുകൊണ്ട് അവിടെയാണ് വ്യത്യാസം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മകൾ ആൻഡ് മരുമകൾ. മനസ്സിലായോ? ഇനി വടിയെടുത്തൊന്ന് അടിച്ചാലും
മകള് കുറച്ച് കഴിയുമ്പോ നല്ലോണം കരച്ചിലായി. മറ്റേ എന്താ അമ്മക്ക് ഞാനങ്ങനെ ഇണങ്ങത്തികളോട് അങ്ങനെ ഒരു വാക്കും പറയൂല. ഇണങ്ങത്തി ഉണ്ടെങ്കിൽ ഏതാണ് ഇണങ്ങത്തി? ഏത് മക്കളുണ്ടെങ്കിലും ഇണങ്ങത്തി എന്ന് പറഞ്ഞാല് മരുമക്കൾ മരുമക്കള് ഇണങ്ങത്തി എന്ന് പറയുന്നത്. അമ്മേന്റെ ഹോൾഡ് ബാങ്കോ ഇണങ്ങത്തി മരുമക്കളേന്ന് ആ മരുമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ച് ഞാൻ പായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനിവിടെ അമ്മേനോട് എപ്പോഴും പറയും മരുമോളാറ്റ് ഉണ്ടായിരുന്ന പെണ്ണിന്റെ തീർന്ന് ആ പെണ്ണ് കണ്ടത് പറയുന്നതാണ് ഒരു മരുമക്കൾക്ക് ഇഷ്ടമല്ലാത്തത്. അതറിയോ? ഞങ്ങളിവിടെ പറയട്ടെ, വിന്തമ്മക്ക് ഒരു മരുമകൾ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുക ഇല്ലയോ? അത് നീ പറയാമോ? കൊഴപ്പായിരിക്കൂ. എന്താ സംഭവം എന്നറിയോ? സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു രീതികളോട് ചിലപ്പോ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ ഒരാളോട് തേങ്ങയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു അമ്മായച്ചനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അമ്മായച്ചന് അമ്മായച്ചനെ ഞാൻ പറഞ്ഞുതരാം. ആ മരുമോള് പറയണ എന്തായിരിക്കും അറിയാമോ? ആ മരുമോളുടെ അമ്മനോട് ചോദിച്ചു, എന്റെ അമ്മേ എവിടത്തേക്കാണമ്മേ അമ്മ എന്നെ കെട്ടിച്ചു വിട്ടത്? ഒരമ്മായിയമ്മ ഉണ്ട്, നിക്കക്കള്ളില്ലാത്തൊരമ്മായിയമ്മ. അമ്മായിമ്മനെ പിന്നെ സഹിക്കാം. അവിടെ ഒരു അമ്മായച്ചനുണ്ട് 24 മണിക്കൂർ. ഈ പാത്രത്തിലേക്ക് മുക്കരുത്, ഈ ഒരു കപ്പ് എടുത്ത് മുക്കരുത്, ഈ കപ്പ് പുറത്ത് വെക്കരുത്, ഞാൻ തന്നെ ഇങ്ങനെ തുറന്നിരിക്കരുത്, ഞാൻ തന്നെ അല്ലാന്ന് ഞാൻ തന്നെ ഇടക്കേ ചിലപ്പോ വെള്ളം ഇവിടെ ബക്കറ്റ് കാണാണ്ട് ചിലപ്പോ ഞാൻ ആ ബക്കറ്റിലായിട്ട് പോയി കപ്പ് എടുത്തിറങ്ങി മോനെ ഇതാ കപ്പ് ഇതാ എന്ന് പറഞ്ഞ ഓടി വരും. അതിന് മുക്കരുതെന്ന് എന്നോട് പറയാൻ പാടില്ലാത്തോണ്ടാ. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ മരുമോള് നിൽക്കണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മായിത്തിന് മരുമോൾ തമ്മിൽ ഭൂലോ കുഴപ്പമായിരിക്കും. അപ്പൊ എന്തോ ഭാഗ്യത്തിന് മരുമോൾ ഇല്ലാന്ന് പറയാ. കുടിക്കുന്ന വെള്ളത്തിന് ഉപയോഗിക്കുന്നത് ആ വെള്ളത്തില് ഒരു പാത്രം ഞാൻ ആ പാത്രം അല്ലാണ്ട് ഒരു സമ്മതിക്കൂല. എന്റെ വീടാ, ഇവിടെ ഞാൻ ആരെയും സമ്മതിക്കൂല. അങ്ങനെ പറ. ഈ ഡ്രമ്മിലെ വെള്ളം ഇവിടത്തെ നിയമം ഞാൻ പറയുന്നതാന്ന് പറയും. അപ്പൊ ആ പെണ്ണ് നിക്കുവോ? ഈ ഡ്രമ്മിലെ വെള്ളത്തില് നല്ല ബക്കറ്റ് അല്ലാണ്ട് വേറെ ഒരു പാത്രവും മുക്കാൻ ആരും അനുവദിക്കൂല. മക്കളായാലും ഭാര്യയായാലും. ഇതെന്റെ വീടാ, ഞാൻ പറയുന്നതാണ് ഇവിടത്തെ ന്യായം. ഞാൻ മുക്കും, നോക്കട്ടില്ല എന്താ സംഭവിക്കണെന്ന്. ഇതിലേതും മുക്കാം. അതെന്ത് മുക്കാം. ഇതാണ് കൈസ് ഇവിടത്തെ നിയമങ്ങള്. അല്ല അതല്ലടി ഇവിടത്തെ നിയമങ്ങൾ എന്നും പറഞ്ഞിട്ടില്ലേ? അവിടെ പുറത്തൊരു ഇത് എഴുതിയിട്ട് ഒട്ടിച്ചിട്ട് മാത്രമേ ബാക്കി ആലോട് നടക്കുള്ളൂ. അതാണ് സംഭവം. അപ്പൊ നമ്മുടെ കറിയിലേക്ക് വരാൻ നമുക്ക് പിന്നെ അതെ ഇല്ല, അതും സത്യം. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ നെക്കിക്കൊല്ലും. അങ്ങനത്തെ ടീംസാണ് കുറ്റം പറഞ്ഞോന്നല്ല കേട്ടാ, നമ്മുടെ ഇവിടെ മക്കള് തമാശ ഇവര് നമ്മ പറയുന്നതാണ്, അല്ലാണ്ട് അവരെ കുറ്റം പറഞ്ഞല്ല കേട്ടാ. നിങ്ങള് വിചാരിക്കണ്ട. ഇപ്പൊ വിന്തമ്മയും ബിബിനെ അടിയായി അച്ഛനെ അമ്മനെ കുറ്റം പറഞ്ഞല്ല. കമന്റ് പറയണ്ട, വിന്തമ്മക്ക് അല്ലെങ്കിൽ നിഖിനോടാണ് ഇഷ്ടം. അതൊന്നല്ല, വിന്തമ്മക്ക് കൂടുതൽ ഇഷ്ടം ബിബിനോടാണ്. അത് നമുക്ക് പണ്ടേ അറിയാം. ബിബിനോടാണ് കൂടുതൽ ഇഷ്ടം. അല്ല പിന്നെ അമ്മൂനോടാണ് ശരിക്കും പറഞ്ഞാല്. പക്ഷെ അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്യല് ബിബിനേച്ചിനെയാണ് കൂടുതല് വിന്തമ്മക്ക്. പക്ഷെ അച്ഛൻ ശ്രീധരൻ അച്ഛന് കൂടുതൽ കുറച്ചും കൂടി പൊടിക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്യല് ഞാനും അമ്മുവാന്നല്ലേ. ഞാനും നിൽക്കൂലേ, ഭയങ്കര അടിക്കാം. കത്തിയാളും കത്തി എടുക്കുന്ന പോലെ തന്നെ അടിക്കുവേ. അതെനിക്കറിയാലോ, പണ്ട് നിങ്ങൾ അടി വിടുന്നത്. എന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ അടി വിടുന്നു. ഇവളിങ്ങനെ പിടിച്ച് മൂട്ടിക്കല് ഇടനെ കുത്തു. ലാസ്റ്റ് അമ്മ വന്നിട്ട് ഞാനായിരിക്കും ഇവിടെ നല്ലോണം അടിക്കുക. ലാസ്റ്റ് അമ്മ വന്നിട്ട് ഇവളെ അടിക്കും. അതാ പറഞ്ഞത്. കുഞ്ഞോളെ അടിച്ചത് കുഞ്ഞോളൊന്നല്ല. അപ്പൊ അങ്ങനെയുള്ള ചേരിതിരിവൊന്നും അല്ല, വെറുതെ തമാശക്ക് നമ്മൾ പറയൂല ഇങ്ങനെ. അങ്ങനെ പറഞ്ഞതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഈ കറിയും കൂട്ടി നമ്മള് കിഴങ്ങും അടിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ പോവുള്ളൂ. അല്ല നീ പോവില്ലല്ല, നീ ഇവിടേക്കല്ലേ. ഞാൻ പോവുള്ളൂ. ആൾക്കാർ കളിയാക്കുന്നതൊന്നും പറയണ്ട കേട്ടാ. അത് പിന്നെ എന്റെ ഒരു സ്വന്തം എന്റെ ആങ്ങളെ പോലെയാണ്, അനിയത്തിന്റെ ഭർത്താവുന്നല്ല. ഞാൻ നല്ലോണം പറയും. അതുകൊണ്ട് ആൾക്കാർ സജീഷാപ്പക്ക് വിവിനോട് ഇഷ്ടമില്ലാത്താണെന്നൊന്നും ആരും കൈവള്ളിയാ. കൈവള്ളി വെരി ഗുഡ്. ഇവിടെ ഒരാളുടെ കൈവള്ളിയാണ്ട് വിപിനെ പറഞ്ഞതിനെ കിട്ടി. അല്ല, സജീഷാപ്പക്ക് വിവിനോട് ഇഷ്ടമില്ലാത്ത വിവിനെ വെറുതെ
ഞാൻ അങ്ങനെ പറയുന്നല്ല ഗൈസ്, സത്യം പറയുന്ന നോണയൊന്നും ഞാൻ പറയില്ല. ഒന്നും ആയിട്ടില്ല, എല്ലാം ആവുന്നേ ഉള്ളൂ. അങ്ങനെ കിടപ്പുണ്ട്. കല്ലുവച്ച വേഗം അതെന്താ? ഇവിടെ ചീരക്കറിയായി. ചീരവറവ് ചോദിച്ച ആൾക്കെന്നെ കൊടുക്കുന്നതായിരിക്കണ്. അവിടെ ചീരവറവ് ചോദിച്ചത്. അമ്മ പറയും ഇല്ലപ്പ, അപ്പൊ കുഴപ്പമില്ല. ചോറിന് അപ്പൊ നീ ചോറിന്റെ ഒപ്പം നിന്നാ നാളെ കൊണ്ടുപോക്ക്. കഴിച്ചോ. എനിക്ക് ചീര വലിയ ഇഷ്ടമല്ല, നല്ല സാധനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. നമ്മുടെ കിഴങ്ങ് ഇതാ ഇവിടെ പുഴുങ്ങിക്കൊണ്ട് പറഞ്ഞിട്ട് വിന്തമ്മ എനിക്കിത് ഇങ്ങനെ ഉടക്കുന്നുണ്ട്. നല്ല അടിപൊളി കിഴങ്ങ്. ഞാൻ ഒരു വർഷം എടുത്ത് കഴിച്ചു നോക്കി. നല്ലല്ലേ അമ്മ? നല്ല പുട്ട് പോലത്തെ കിഴങ്ങ് കണ്ടാ. പൊടിയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആവേശം കൂടി കളഞ്ഞേക്കല്ലേ ചങ്ങായി. ഞാൻ ഇനി പോവാൻ കഴിയില്ല, കുറച്ചെടുത്ത് മാറ്റി നോക്കണം. കിഴങ്ങ് നല്ല പുട്ട് പോലെ ആവുന്നുണ്ട്. അടിപൊളി. ഇനി എന്താ വിന്തമ്മ ഇത് മറ്റേ ഇതാക്കുന്നുണ്ട്, താളിക്കുന്നുണ്ടോ ചെറുതായിട്ട്? ലേശം കടുക് പൊട്ടിച്ച് അങ്ങോട്ട് താളിക്കുക പേപ്പർ ഇട്ടിട്ട്. അപ്പൊ സെറ്റ്. വിന്തമ്മതെ കുറച്ച് കറിവേപ്പിലയും കടുകും കൂടി അങ്ങോട്ട് താളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കപ്പയിലേക്കാട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാല് സംഭവം സെറ്റ്. ഇനി നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ കപ്പ റെഡി ഗൈസ്. കപ്പ റെഡി. ഇനി നമ്മുടെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ, കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല വിശപ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ഏട്ടക്കറി ഇവിടെ കിടന്ന് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. കണ്ട കൊതി വന്നിട്ട് നിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കൊതി വന്നിട്ട് നിക്കാൻ പറ്റുന്നില്ല. കണ്ട നല്ല തള ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നായിട്ട് വേണം നമ്മുടെ കപ്പയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കറി നല്ല സൂപ്പറായി സെറ്റായല്ലേ? ചാറ് കുറച്ചുണ്ട്, പിന്നെ വറ്റുമായിരിക്കും ഇനിയിപ്പോ. ഇനി ഇവിടെ വറ്റ ഗൈസ്. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറ് കൂടുതലാണ് ഗൈസ്. ഇത്രയും ചാറ് വേണ്ടായിരുന്നു ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞു. ഒരു പുളിവെള്ളവും അതിന്റെ അപ്പുറത്തെ വെള്ളവും എല്ലാം കൂടി വാരിക്കോരി ഒഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല സംഭവം. ടേസ്റ്റ് ഉണ്ടോന്നോ? ഞാൻ ചാറ് കൊണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പറ്റാന്നില്ലല്ലോ, എന്നാ പിന്നെ ഇറക്ക്. മീൻ പൊടിഞ്ഞോ? മീൻ പൊടിഞ്ഞിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി വറ്റിക്കാം നമുക്ക്. അപ്പൊ ഒന്നുകൂടി നല്ല സെറ്റായി കിട്ടും. അത് കുഴപ്പമില്ല, വിശപ്പ് സഹിക്കാൻ നമുക്ക്. എന്നാലും സംഭവം അടിപൊളിയായ മതി. സാധാരണ ചെറിയ പുഴയേട്ട അത് കൂട്ടായില്ല. എനിക്കും അത് ഇഷ്ടമല്ല. അത് എന്റെ അച്ഛന് ജീവനാണ്. അച്ഛന് കൊടുക്കാം നമുക്ക്. കറിയാവട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡി. സൂക്ഷിച്ചു കൊണ്ടുപോണേ. ഒരുപാട് സമയത്ത് അധ്വാനമാണേ. അവി പറക്കുന്ന ഏട്ടക്കറി, മുറിച്ച ഏട്ടക്കറി ഇവിടെ റെഡി. കണ്ട ഇനിതാ നമ്മുടെ കപ്പയും ഇവിടെ റെഡി. കഴിക്കാൻ ചോറ് വേണ്ട, കപ്പയും ഇത് മതി. കണ്ട അടിപൊളി. അങ്ങനെ ഗൈസ് അവസാനം നമ്മളുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പ ഇങ്ങനെ പ്ലേറ്റിലേക്ക് അടുത്ത് തട്ടിയിട്ട് നല്ല കറി അടിപൊളി ഏട്ടാ. കൊതിയായിട്ട് പോയ ഗൈസ്, കൊതിയായിട്ട് പോയ. നല്ല ഏട്ട കഷ്ണം അങ്ങനെ എടുക്കുക, കപ്പയിലേക്ക് വെക്കുക. ഇത് കുറച്ച് ചാറും അങ്ങനെ ഒഴിക്കുക. ആവി പറക്കുന്ന നല്ല കപ്പയും മീൻകറി എന്നിട്ട് കളയ. അത് എന്റെ ആത്മാക്കളെ എന്ന് പറഞ്ഞിട്ട് കളയാല്. ഫസ്റ്റ് നമ്മുടെ അതെ അമ്മയും വയറ്റി കിടക്കുന്ന കുഞ്ഞിനും അല്ലേ? അവര് കഴിക്കട്ടെ. രണ്ടാൾ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ലാസ്റ്റ് പോയിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നാ കൊച്ചുകളി ഇങ്ങനെ ഉണ്ടോ? മീൻ കഴിച്ചു നോക്ക്. മീൻ ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ചൂടാ എന്നാ എടുക്കട്ടെ. ഇനി ചേട്ടനുള്ളത് രസമുണ്ടാ മീൻ? അപ്പൊ എന്നാ പിന്നെ നമ്മള് അച്ഛനോടക്ക് ബാ കഴിക്ക്. ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം. പിന്നെ ഏട്ടക്കറിയോട്ട് ചോറും കഴിക്കാം. അതല്ല കിഴങ്ങ് വേണ്ടവർക്ക് കിഴങ്ങും കഴിക്കാം. ഏട്ടമുട്ട കൊടുക്കണേ അമ്മൂന്. കുറച്ചാറ് ഒഴിക്ക്. കുറച്ചാറ് അതൊന്നും കുഴപ്പമില്ല. അതോട്ടെ കാണട്ടെ. ഞാൻ വെട്ടത്തോട്ട് കാണിക്കട്ടെ. ഇത് കണ്ടതാ നല്ല ഈ ഒരു പ്ലേറ്റ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാ കഴിക്കാം. കണ്ടതാ നല്ല കപ്പയും നല്ല മീൻകറിയും. കഴിക്കട്ടെ കഴിക്കട്ടെ.
അയ്യോ എന്താ രസം, വെറുതെ പറഞ്ഞല്ല കേട്ടോ. അതാ നല്ല നമ്മളെ കണ്ണൂർ അട്ടിയാന്നല്ലേ. അടിപൊളി കിടിലൻ ടേസ്റ്റ് ആണ്, കിടിലൻ ടേസ്റ്റ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു ഏട്ടയും കപ്പക്കറിയൊക്കെ വേഗം കഴിച്ചോ, സംഭവം അടിപൊളി. ഇതമ്മ കപ്പ കഴിക്കുന്നില്ല, ചോറും ചീരക്കറി. കൊച്ചുമക്കള് അച്ഛനെന്താ കഴിക്കുന്നേ? എന്റെ കൊച്ചുമക്കള് 4 ആളില്ല. അവരിപ്പോ വരുമല്ലോ, വന്നു കഴിയുമ്പോ നമുക്ക് കൊടുക്കാം. ഇപ്പൊ കൊടുക്കാലോ. ആ എന്തായാലും ഇവരോട് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടെ ഗൈസ്. ഇതിനെ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ഇതിന് എങ്ങനെ ഉണ്ടെന്ന് പറ. ചാറ് കൊടുക്കാം അവർക്ക്. എങ്ങനെ ഉണ്ടച്ചാ? അടിപൊളിയല്ലേ? ആ അടിപൊളിയാ. ഇവനെങ്ങനെ ഉണ്ടെന്ന് പറയടി. കൊറേയായി നമ്മൾ, എനിക്ക് തോന്നുന്നു എന്റെ ആനേട്ട കൂട്ടിയാലും ഞാൻ മറന്നു പോയേട്ടാ. 12 വർഷമായി ഇങ്ങനെ ഏട്ട കൂട്ടിയിട്ട്. സത്യം ഞാനും കൊറേയായി. ഞാൻ പിന്നെ കൂട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഏട്ട മുറിച്ചത് വാങ്ങിപ്പിച്ചിട്ടില്ല. അതെ കൊറേയായി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിജിലെ, അവന്റെ വീട്ടിലാക്കിയിട്ട് അവൻ എനിക്ക് തരുത്തുണ്ട്. നല്ല രസമായിരിക്കും കഴിക്കാൻ. ഞാനിനി കഴിച്ചു നോക്കട്ടെ. ഇവരെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? സൂപ്പർ. അപ്പൊ എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നീ കഴിച്ച അഭിപ്രായം പറഞ്ഞില്ല പറഞ്ഞ പോലെ നല്ല ചാറും നല്ല കപ്പയും അടിപൊളി. ഇല്ല ഇപ്പൊ ചാറെല്ലാം പറ്റി സെറ്റ് ആയിട്ടാ, നേരത്തെ അധികം ഒന്നും ആയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്നും പറയാനില്ല കൈ, സംഭവം പൊളിയാണ്. അപ്പൊ എന്തായാലും മീൻ കഴിച്ചു നോക്ക്, കൊള്ളാമോ? അടിപൊളി. മറ്റേ സാധാ ഏട്ടന്റെ ചുവയൊന്നും ഇല്ല, നല്ല രസമുണ്ട്. ആ ഒരു ചുവയൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഏട്ടക്കറി വിത്ത് കപ്പ പിന്നെ റിണ്ടമ്മ ചോറ് എല്ലാം നമ്മളിത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ എല്ലാരും കഴിക്കട്ടെ. അപ്പൊ നിങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വ്ളോഗ് അല്ല, ഒരു കുക്കിംഗ് വ്ളോഗ് അങ്ങനെ എടുത്തതാണ്. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും അന്യക്ക് വീട്ടിൽ വന്നതിന്റെ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലെ? അപ്പൊ എല്ലാവർക്കും എനിക്ക് ടാറ്റ പറയാൻ പറ്റില്ല, ടാറ്റ.